ഇന്ന് തീയതി എത്രയാണ്? ഇന്ന് 8 തീയതി, ജനുവരി 8. എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു പ്ലാൻ ചെയ്ത ദിവസമാണ്. അതിനെന്നെ സഹായിച്ചത് എൻ്റെ ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് രണ്ടുപേരോടുള്ള ആ ഒരു ഫ്രണ്ട്. അത് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴും എക്സാമിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോഴേ ഞാൻ ചോദിക്കും, എടുക്കും എന്ന് പറഞ്ഞ്. എല്ലാം കഴിഞ്ഞ് എക്സാം പാസ്സായി കഴിഞ്ഞ് വന്ന് ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, പ്ലാൻ വേണോ എന്ന് ചോദിച്ചപ്പം വേണം എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ്. അതേതായാലും ആ വാക്ക് എൻ്റെ അടുത്ത് പാലിച്ചു. നമുക്ക് വാക്ക് പാലിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലേ. ചിലപ്പോഴൊക്കെ നമുക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ വരും. അത് ചിലർ മനഃപൂർവ്വം അത് വേണ്ട എന്ന് വിചാരിക്കും. ചിലരെന്താ, എത്ര പ്രശ്നമാണെന്ന് പറഞ്ഞാലും കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് എന്തിനും തയ്യാറാവും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മഹാത്മാക്കളൊക്കെ ജീവിച്ചിരുന്നിട്ടുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ എന്തായാലും ആ സന്തോഷം അങ്ങനെ ഇന്നലെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം തന്നു. ഇന്ന് പേയ്മെൻറ്റ് ചെയ്തു. അപ്പം ഈ 2-3 ഗ്രൂപ്പൊക്കെ ഉണ്ട് SBIയുടെ. അപ്പോൾ അതിലൊക്കെ എൻ്റെ ഫോട്ടോ സഹിതം ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞ, മേഡം അതൊന്നും വേണ്ട, അതൊന്നും ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ലില്ല, അത് ചെയ്തേ പറ്റത്തുള്ളൂ, മസ്റ്റായിട്ടും. അങ്ങനെ ഏതായാലും ചെയ്തു. പിന്നെ ഞാനതൊന്ന് സ്റ്റാറ്റസ് വെച്ചു. കാരണം ചിലർക്കൊക്കെ ഒരു പേടി കാണും, ഇതെന്താണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പം ചിലർക്കൊക്കെ ഒരു പേടി കുറയട്ടെ എന്ന് വിചാരിച്ച്. പേടിക്കാനൊന്നുമില്ല, SBIയെ പേടിച്ചാൽ പിന്നെ വേറെ ആരെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കടമ്പ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. എനിക്ക് നന്ദി അല്ലെങ്കിൽ എനിക്കതിന് പകരം പറയാനായിട്ടുള്ള വാക്കുകളൊന്നുമില്ല എൻ്റെ ഫ്രണ്ടിനോട്. ഞാൻ പറഞ്ഞിട്ടോ, എനിക്കൊന്നും പറയാനില്ല, താങ്ക്സ് ഒന്നും ഞാൻ പറയുന്നുമില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹമാണ് അല്ലേ. അവർക്കൊരുപാട് പ്രയോജനങ്ങളുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞ്. ഞാനെന്നിട്ടും ഒരുപാട് എൻ്റേതായിട്ടുള്ള ഡൗട്ടുകളെല്ലാം മാഡത്തിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തു. എല്ലാം ഓക്കെ ആയി. അപ്പം ഇന്ന് അതിൻ്റെ റെസിപ്റ്റ് കാര്യങ്ങൾ അയച്ചു കൊടുത്ത് ഇനി ഒരു ബുക്കുണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള. അതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പോസ്റ്റിൽ എത്തും വീട്ടിലേക്ക്. അങ്ങനെ ആ ഒരു സന്തോഷമാണ് എല്ലാവരോടും ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും കാലം ജോലി ചെയ്തിട്ട് എന്തൊക്കെയുണ്ട്, നമ്മുടേതായിട്ട് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും ഒന്നുമില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ചിലവുകൾ അതുപോലെയാണ്. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുക എല്ലാ മാസവും മാറ്റി വെച്ചാൽ ഭാവിയിലൊരു നല്ല എമൗണ്ടായി മാറും. അപ്പോൾ അതെല്ലാവർക്കും പറ്റട്ടെ. ഓക്കെ.